ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ ധോഡയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്നും ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. 3 ഭീകരരെ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ഇന്ന് എന്തായാലും പ്രധാനമന്ത്രി ധോഡയിൽ എത്തുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഭീകരവാദത്തെക്കുറിച്ച് പറയുന്നൊരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ആ സൂചന യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ഇപ്പോൾ നടക്കുന്ന ഭീകരവാദം അവരുടെ അവസാന ശ്വാസമാണ്, അവസാനത്തെ ഒരു ആളിക്കത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദം. അതിന് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് 2000-ന് ശേഷം ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ ഭീകരവാദികളുടെ ഭീഷണിയെ തുടർന്ന് ഒരു പാർട്ടിക്കാരും അത് നടത്താൻ തയ്യാറായില്ല. തങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ഒപ്പം തന്നെ ലാൽ ചൗക്കിൽ പോകാൻ ആൾക്കാർ ഭയപ്പെട്ടിരുന്ന സമയത്ത് നിന്നും ഇന്ന് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഭീകരരുടെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ലാൽ ചൗക്കിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ ഭീകരവാദം ഇതിൻ്റെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവസാന ശ്വാസമാണ് ഇപ്പോൾ പിടയ്ക്കുന്നത്. അത് തീരാൻ അധിക സമയം വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ത്യ നൽകുന്ന വ്യക്തമായൊരു സൂചനയാണ്. ശക്തമായി തന്നെ തീവ്രവാദത്തെ അടിച്ചമർത്തും. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്നുള്ളൊരു സൂചന കൂടി ഈ വാക്കുകളിൽ കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.